ഈ റോഡ് കണ്ടാല് എന്താ എന്റെ സംഭവം എന്താ സംഭവം പറ. ഞാൻ കുറച്ച് ഗ്യാപ്പ് ഇട്ട് നടക്കുന്നത് അപ്പൊ എന്നോട് ജോലി പറഞ്ഞ അല്ല 1 സെക്കൻഡ് കുറച്ച് സമയമുള്ളൂ. ഇതില് പറ്റണ്ടടാ വളരെയധികം സങ്കടം തോന്നുന്നുണ്ട്. നമ്മൾ കേരളത്തിലാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ ഒരാൾ വീണ് കഴിഞ്ഞാൽ തന്നെ ഒരു 100 ആളെ പിടിക്കാൻ, പ്രത്യേകിച്ച് മലബാർ ഏരിയയിലിട്ടോ നമ്മളെ ട്രെയിൻസ് മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. പക്ഷെ അതിൽ ഫസ്റ്റ് ക്ലാസ് എടുത്തു കഴിഞ്ഞാല് ഫസ്റ്റ് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ സെറ്റാണ്. പിന്നെ ആളുകളുടെ പെരുമാറ്റവും ഇവിടുത്തെ തെരുവ് വീതികളിൽ നടക്കുമ്പോ ഇവിടുത്തെ റോഡൊക്കെ നോക്കിക്കേ. ഒരു നേരെ തിരിച്ച് നമ്മളെ കേരളത്തിന്റെ ഒരു തെരുവുകളിലാണ് ഈ അവസ്ഥ. 4 ചോദ്യങ്ങൾ എല്ലാവരും വരില്ലേ കൂടി നിൽക്കാൻ. ഫ്രണ്ട്സ്, നമ്മള് മുംബൈയിലെ ഈ തെരുവ് വീതികളിൽ നടക്കുമ്പോ ഇവിടുത്തെ റോഡൊക്കെ നോക്കിക്കേ. എനിക്ക് തോന്നുന്നു വൃത്തിയൊക്കെ ഉണ്ട് കേട്ടോ. വൃത്തിയൊക്കെ ഉണ്ട്. റോഡ് സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ ഡിവൈഡർ ഉണ്ടോ, പച്ച പുല്ലൊക്കെ പതിച്ചിട്ട് നല്ല മനോഹരമായിട്ടുള്ള രീതി തന്നെയാണ്. പക്ഷേ ഈ ടൗണിലൂടെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഏകദേശം വൃത്തി കുറവ് എന്ന് പറയുമ്പോൾ അത്രയ്ക്കും ആളുകളാണ്. നമ്മുടെ നാട്ടിലെ പോലെ ഒരു സ്ക്വയർ കിലോമീറ്ററിൽ ജീവിക്കുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലാണെങ്കിൽ 800 റേഞ്ചാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരു നോക്കിക്കേ, ഇതിപ്പോ രാവിലെ ആയിട്ടുള്ളൂ. എന്താ തിരക്ക്. ഓരോ ആളുകളും ഓരോ ജോലിക്കായിട്ട് പോവുക. അവനവന്റെ കാര്യം മാത്രം ആ ഒരു രീതിയാണ്. ഇനി നമുക്ക് പിന്നെ ഞാൻ ഇത് ഈ റൈറ്റ് സൈഡ് കണ്ടോ, റൈറ്റ് സൈഡ് ഇത് നമ്മളെ പൻവേലിലെ ഒരു വേറൊരു ഭാഗമാണ്. ഈ റോഡ് കണ്ടാൽ നമ്മൾ വിചാരിക്കും ഇവിടെ എന്തോ തിരിഞ്ഞിട്ടോ. ഈ റോഡ് കണ്ടാല് എന്താ സംഭവം സംഭവം പറ. രണ്ടുപേരും ബ്രേക്കപ്പ് ആയതിന്റെ കഥ പറയാം. പക്ഷെ ഞാൻ ബ്രേക്കപ്പ് ആയതിന്റെ കഥ 6 മാസം മുന്നേ കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, ഞാനത് വിട്ട് നമുക്ക് ജസ്റ്റ് തന്നെ കറങ്ങി വരണം. ഒരു ബ്രേക്കപ്പിന്റെ കഥ ഒക്കെ പറഞ്ഞു തരട്ടെ. ഈ മുംബൈ തെരുവ് വീതികൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് പിന്നെ ഇവിടെ കണ്ടോ പാർക്കിംഗ്, ഇത് 2 വീലേഴ്സിന്റെ പാർക്കിംഗ് ചെയ്തിട്ടോ. ഒരു സൈഡ് കണ്ടു കഴിഞ്ഞാൽ ഹെവി റിച്ച് ആണ്. നേരെ ഓപ്പോസിറ്റ് നോക്കിക്കേ. അപ്പൊ ഇതൊക്കെ ഒരു വീടാട്ടാ. ഇതൊന്നും ഷോപ്പുകളല്ല, ഇത് 1-2 ഷോപ്പുകളുണ്ട്. പിന്നെ അതിന്റെ ഇടയ്ക്ക് കാണുന്നൊക്കെ വീടുകളാടാ. നോക്കിക്കേ, നമ്മൾ തിരിച്ച് നമ്മൾ ആ സൈഡിലൂടെ നടക്കും. ഒരു റോഡിലെ 2 ജീവിതങ്ങളാണ്. വേറൊരു രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരാൾ കിടപ്പുണ്ട് കേട്ടാ. നമ്മളെ ഈ ക്യാമറ ഞാൻ കൈ പിടിച്ചിട്ടുണ്ട്. എന്താ ഒരാള് നോക്കേ, ഇവിടെ റിയാദ് കിടക്ക. ഇതില് പറ്റണ്ടടാ ഗായ്സ്. അപ്പൊ നമ്മള് ഇപ്പൊ ഇവിടെ ഒരു അഭ്യുദയ ബാങ്കിന്റെ ഫ്രണ്ടിലാട്ടോ, പൻവേലില്. നോക്കിക്കേ, ഈ ഒരു ഇവിടുത്തെ ബാങ്കാണ് തോന്നണം, സ്റ്റേറ്റ് ബാങ്ക് തരത്തിലുള്ള ബാങ്ക് ആയിരിക്കും. ഒരാൾ കിടക്കണുണ്ടോ അവിടെ. ഒരു ബാങ്കിന്റെ സൈഡിൽ ഒരാൾ കിടക്കുന്നുണ്ടോ. ഒരാള് വയ്യാതെ കിടക്കണം, മദ്യപിച്ച് ലക്ക് കെട്ട് കിടക്കാന്ന് കണ്ടിട്ട് തോന്നുന്നത്. പിന്നെ എന്താ ചെയ്യുക, അവിടെ നാട്ടിലെ അവസ്ഥ നോക്കിക്കേ. ഇവിടെ അത്ര ആളുകള് മൈൻഡാക്കില്ല. ഞാനിപ്പോ നമ്മളെ ജോജിനോട് ചോദിച്ചപ്പോ ജോജി പറഞ്ഞത് ഇവിടുത്തെ ആളുകളൊക്കെ എങ്ങനെയാണ്. കാരണം പിന്നെ സഹായിക്കാൻ പോയി കഴിഞ്ഞാൽ സഹായിക്കാൻ ചെന്ന ആളായിരിക്കും കുറ്റക്കാരൻ. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നമായിട്ട് ഇവർ പറഞ്ഞത്. നേരെ തിരിച്ച് നമ്മളെ കേരളത്തിന്റെ ഒരു തെരുവുകളിലാണ് ഈ അവസ്ഥ. 4 ചോദ്യങ്ങൾ എല്ലാവരും വരില്ലേ കൂടി രക്ഷിക്കാൻ. ഞാൻ കുറച്ച് ഗ്യാപ്പ് ഇട്ട് നടക്കുന്നു. അപ്പൊ എന്നോട് ജോലി പറഞ്ഞ അല്ല 1 സെക്കൻഡ് കുറച്ച് സമയമുള്ളൂ ഗൈസ്. അപ്പോ നമ്മുടെ ഈ ബോംബെയെ പറ്റിയിട്ട് അല്ലെങ്കിൽ മുംബൈയെ പറ്റിയിട്ട് അല്ലെങ്കിൽ മഹാരാഷ്ട്രനെ പറ്റിയിട്ട് ജോലിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന് പറയോ? ഞാൻ നമ്മൾ ഓരോ കാര്യങ്ങളായിട്ട് ചോദിക്കാം. പിന്നെ ഇവിടുത്തെ ഫസ്റ്റ് ചോദിക്കാനുള്ളത് ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷനെ കുറിച്ചിട്ടാണ്. ട്രാൻസ്പോർട്ടേഷൻസ് ഒക്കെ അടിപൊളിയാണ്. പക്ഷെ
പക്ഷെ കുറെ പബ്ലിക്കും പിന്നെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ആസ് കമ്പയർഡ് ടു നമ്മുടെ കേരളത്തെക്കാളും കൂടുതൽ പബ്ലിക് ഒക്കെ ഇവിടാണ്. അതുകൊണ്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ലോക്കൽ ട്രെയിൻസ് മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. പക്ഷെ അത് ഫസ്റ്റ് ക്ലാസ് എടുത്തു കഴിഞ്ഞാല് വലിയ ബുദ്ധിമുട്ടാണ്. ഫസ്റ്റ് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ സെറ്റാണ്. അപ്പൊ അതാണ് ട്രാൻസ്പോർട്ടേഷന്റെ കാര്യം ഇവിടെ. പിന്നെ പിന്നെ പ്ലെയിനിന്റെ കാര്യം ഒന്നും പറയണ്ടല്ലോ. ഫ്ലൈറ്റിന്റെ കാര്യമൊക്കെ നമ്മൾ ഓൾറെഡി റിസർവ്ഡ് ബുക്ക് ചെയ്ത് നമ്മളെ ഇഷ്ടപ്രകാരം ഏത് സർക്കിൾ വേണോ അത് ബുക്ക് ചെയ്തിട്ട് പോകുന്ന രീതി മാത്രമാണ്. പിന്നെ ആളുകളുടെ പെരുമാറ്റം ഇവിടുത്തെ എല്ലാവർക്കും ആരും ഇവിടെ ക്ലോസ് ആയിട്ടില്ല. എല്ലാവർക്കും അവരവരുടെ സ്വന്തം കാര്യം നോക്കിയാ ചെയ്യുന്നത്. ആ ഒരു രീതിയിലെ അതെ, എല്ലാവർക്കും സ്വന്തം കാര്യം ചിന്താവാന്നല്ല, മറ്റുള്ള കാര്യങ്ങളിൽ ഇടപെട്ടാല് നമുക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട് അല്ലേ? നല്ല പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പണി കിട്ടിയ ഒരുപാട് ആളുകളെ അറിയാം അല്ലേ? നമ്മൾ ഒരുപാട് വീഡിയോസിൽ നമ്മള് പൊളിറ്റിക്സ് അല്ലേ? ഫുൾ പൊളിറ്റിക്സ്. അപ്പൊ നമ്മളവിടെ മാത്രമല്ല, എല്ലായിടത്തും ഫുൾ പൊളിറ്റിക്സ് ആണ്. വീടിന് അയൽവാസികൾ മലയാളിക്കാ? 2-3 പേരേ ഉള്ളൂ. അങ്ങനെ മലയാളീസൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് അമ്പർനാട്. ഓണത്തിന് ഞങ്ങള് സെലിബ്രിറ്റിയാണ്. അല്ല, ഓണത്തിന് നാട്ടിൽ വരുന്നുണ്ടോ? നാട്ടിൽ ഇല്ല. ഞങ്ങള് നാട്ടില് മുണ്ടൊക്കെ എടുത്തിട്ട് മറ്റേ തോണി ഉണ്ടല്ലോ നമ്മളെ, വെളുത്തമുണ്ടൊക്കെ പറയുന്നത്. അതിനെന്താ പറയുന്നത് വെള്ളത്തില് നമ്മുടെ നാട്ടിലൊക്കെ ആ മുണ്ടിന് എന്തോ. അല്ല, ഞങ്ങള് ബാഗ് പിടിക്കാൻ വേണമെങ്കിൽ കുഴപ്പമില്ല, ജ്യോതിനെ നടത്തിച്ച് പറയരുത്. അപ്പൊ നമ്മള് നേരത്തെ വന്ന വഴി തന്നെയാണ് ഇതാട്ടോ. നേരെ ഓപ്പോസിറ്റുള്ള ഒരു സ്ഥലം. ഒരാൾ കിടക്കുന്നൊക്കെ എന്റെ മോനെ. ഒരു മനുഷ്യന്റെ അവസ്ഥ കേട്ടോ. നമുക്കതില് ഒന്നും ഇപ്പൊ നമുക്ക് ഹെൽപ്പ് ചെയ്യണം, സഹായിക്കണം എന്നുണ്ട്. പക്ഷെ എന്താ ചെയ്യാ, നമ്മൾ സഹായിക്കാൻ പോയാൽ നമ്മൾ കുറ്റക്കാരാവും. വളരെയധികം സങ്കടം തോന്നുന്നുണ്ട്. നമ്മുടെ കേരളത്തിലാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ ഒരാൾ വീണ് കഴിഞ്ഞാൽ തന്നെ ഒരു 100 ആളെ പിടിക്കാൻ. പ്രത്യേകിച്ച് മലബാർ ഏരിയയിലിട്ടോ. നമ്മളെ ഉള്ള കാര്യം പറയാം, നമ്മളെ മലബാർ ഏരിയ കോഴിക്കോട്, മലപ്പുറം, വയനാട്. മറ്റുള്ള ജില്ലക്കാരെ താഴ്ത്തി പറയുകയല്ല. പിന്നെ അങ്ങനെയാണ് നിലവിലെ അവസ്ഥ. അങ്ങനെയാണ്.